കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ല എന്ന് നടി പറയുകയാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധമില്ലാത്തവരെ പോലും പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നും നടി അറിയിച്ചു. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഏത് കേസിലെ നടിയാണിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്? ആർക്കെതിരെ പരാതി ഉന്നയിച്ചത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എപ്പോഴാണ് സുപ്രീം കോടതിയെ ഇവർ സമീപിച്ചിരിക്കുന്നത്? ലക്ഷ്മി, ഈ നടിയുടെ പരാതി ഇതുവരെയും മാധ്യമങ്ങളിൽ വരികയോ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല. ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ നടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹേമ കമ്മിറ്റിക്ക് ഒരു തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മൊഴി നൽകിയിരുന്നത്. അല്ലാതെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു കേസ് എന്ന രൂപത്തിലല്ല. ഈ ഒരു തെളിവെടുപ്പ് അല്ലെങ്കിൽ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുന്ന ഒരു കമ്മിറ്റിക്ക് മുന്നിൽ അതിന്റെ തെളിവെടുപ്പ് എന്ന രീതിയിൽ നൽകിയ മൊഴിയാണ്. പിന്നീട് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ SIT രൂപീകരിക്കുകയും SIT അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ നടിയെ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നടി ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഇതുമായി ബന്ധമില്ലാത്ത, അതായത് ഈ നടിയുടെ സുഹൃത്തുക്കളോ അങ്ങനെയുള്ള ആളുകളെ പോലും, ഈ വിഷയവുമായി ബന്ധമില്ലാത്തവരെ പോലും പോലീസ് ഉദ്യോഗസ്ഥർ വിളിക്കുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു തരത്തിലും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയപ്പോൾ ഇതൊരു കേസ് രൂപത്തിൽ പോകാനായിരുന്നില്ല ഉദ്ദേശിച്ചത്. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുകയുമാണ് ചെയ്തത്. അത് കേസ് അല്ലെങ്കിൽ പോലീസ് അന്വേഷണം എന്ന രീതിയിലേക്ക് ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്. എന്നിട്ടും ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ തെളിവെടുപ്പ് നടക്കുകയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടി ഉദ്യോഗസ്ഥർ വിളിക്കുന്നു. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു. എന്നിട്ടും വീണ്ടും അതേക്കുറിച്ച് അന്വേഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയും മറ്റും ചെയ്യുന്നു. ഇത് ഒഴിവാക്കണം എന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതി തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു അന്വേഷണ സംഘത്തിന്. ഈ അന്വേഷണ സംഘം കൃത്യമായ നടി എന്താവശ്യമാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ ഉയർത്തുന്നത്? അവരുടെ ഹർജിയിൽ സ്പെസിഫിക് ആയി പറയുന്നത് എന്താണ്? അവരെ ഈ കേസിൽ നിന്ന് മോചിപ്പിക്കണം എന്നത് മാത്രമാണോ, അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കാൻ പാടില്ല എന്ന പൊതുവായ ആവശ്യമാണോ? എന്താണ് ഉന്നയിക്കുന്നത്? പൊതുവായ ആവശ്യം അത്തരത്തിൽ ഉന്നയിക്കാൻ സാധിക്കില്ല. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ SIT രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഈ നടിക്ക് ഹൈക്കോടതി തന്നെ ഈ കേസ് പരിഗണിച്ച വേളയിൽ പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ, കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവരെ അത്തരത്തിൽ ഒഴിവാക്കണം. അതിന്റെ പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോകേണ്ടതില്ല. കേസ് മൊഴി നൽകാൻ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൊഴി നൽകാൻ താല്പര്യമുള്ളവരെ മാത്രം ഈ കേസുമായി മുന്നോട്ട് പോയി FIR രജിസ്റ്റർ ചെയ്യുകയും അടക്കമുള്ള നടപടികളെ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണ സംഘം അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ നടി ആരോപിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ നടി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ലാത്തവരെ പോലും അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറയുന്നത്. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത തന്നെ അന്വേഷണ സംഘം ബന്ധപ്പെടുന്നത് നിർത്തണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ അവർ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ്.